So Ashwin, congratulations. നബൂഷൊക്കെ ഗ്രാജുവേറ്റ് ആയി ടോപ്പ് സ്കോറർ ആണല്ലേ? എത്ര മാർക്ക് ഉണ്ട്? 78. 100-ന് 78 മാർക്ക് ഉണ്ട്. സോ എങ്ങനെയുണ്ട് ഇപ്പൊ? അതെങ്ങനെ ഫീൽ ചെയ്യുന്നു ടോപ്പ് സ്കോറർ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ? ഞാൻ നല്ല ഹാപ്പിയാണ്. റിസൾട്ട് വന്ന് അനൗൺസ് ചെയ്തപ്പോൾ ആദ്യമേ കുറച്ച് ടെൻഷൻ ആയെങ്കിലും റിസൾട്ട് മാർക്ക് അറിഞ്ഞപ്പോൾ നല്ല ഹാപ്പിയായി. ഓക്കെ. സോ അശ്വിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിടെക് ഗ്രാജുവേറ്റ് ആണ് അല്ലേ? ബിടെക് കഴിഞ്ഞു. സോ ബിടെക് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി കരിയർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നെബൂഷിലേക്ക് എത്തിപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ബിടെക് ഡയറക്റ്റ് നെബൂഷിലോട്ട് വരാൻ ഉള്ളൊരു തീരുമാനമെടുത്തത്? ആക്ച്വലി ഞാൻ ഒമാനിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ഒമാനിൽ വർക്ക് ചെയ്യുക. അപ്പം എൻ്റെ റൂംമേറ്റ് ഫ്രണ്ട് അവൻ സേഫ്റ്റി ഓഫീസറായിരുന്നു. അപ്പം അവനാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ അതിനുശേഷം എനിക്ക് അവിടെ നിന്ന് ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു. റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നപ്പോൾ നാട്ടിലുള്ളൊരു ഫ്രണ്ട് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്കിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇംപ്രഷൻ ഉണ്ട്? നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നോ? നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിൽ കൺസേൺ ആയിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണോ ഈ ഒരു അഡ്മിഷനോട്ട് പോയത്? അതെ, അത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് കരിയറിനെ മെയിനായിട്ട് കരിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ടായിരുന്നു. പിന്നെ അത് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പുള്ളി എനിക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് പിന്നെ പുള്ളി തന്നെയായിരുന്നു ക്ലാസ് എടുത്തത്. ഓക്കെ, നല്ല ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരുന്നു. ക്ലാസ് എല്ലാം നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അത്രയും ഇന്ററാക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പോയതല്ലേ? അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുന്നുണ്ട്, നബൂഷ് ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്, എല്ലാം നമ്മൾ ഡ്രീം ചെയ്തെടുത്ത് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. സോ എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതായത് നബൂഷ് എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ ഹാപ്പി ആണോ? ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ കോൺഫിഡൻ്റ് ആണോ? കരിയറിൽ നമ്മൾ ഡ്രീം ചെയ്തിട്ട് അശ്വിൻ ഡ്രീം ചെയ്ത കരിയർ ആണോ ഇപ്പോൾ അശ്വിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്? ഇപ്പം എന്ത് തോന്നുന്നു? ഒബിയസ്ലി ഹാപ്പിയാണ്. കാരണം നബൂഷ് കിട്ടി. അതിനുശേഷം എനിക്ക് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കരിയറിൽ ഇനി ഒരുപാട് സ്റ്റേജസ് കിടക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനിലാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്തിട്ടെന്നുള്ളൊരു നല്ലൊരു ഇത്, ഇനി അങ്ങോട്ട് നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള. സോ താങ്ക് യു അശ്വിൻ, താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us.